കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്ടിലെത്തി. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരും BJPക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് BJP അടുക്കാൻ പോകുന്നത് എന്നാണ്. എന്താണ് ഇന്ന് അവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്രതിപക്ഷം എങ്ങനെയാണ് അതിനോട് വിമർശനം ഉന്നയിക്കുന്നത്? ഇക്ബാൽ അറക്കൽ. അരുൺ, അതായത് സർ ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഏക മലയാളി അധ്യക്ഷനാണ്. മാത്രമല്ല വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. ജാലിയൻവാല ബാഗൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് ബ്രിട്ടനിൽ പോയി ഇതിനെതിരെ കേസ് നടത്തിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം ഉള്ളത് മങ്കരയിലെ തറവാട് വീട്ടിലാണ്, അല്ലെങ്കിൽ തറവാട്ട് സ്ഥലത്താണ്. ആ ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ BJP രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ചേറ്റൂരിൻ്റെ കുടുംബങ്ങളെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ കോൺഗ്രസ് ചേറ്റൂരിനെ മറന്നു, കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് BJP പറയുന്നത്. ഈ വരുന്ന 24-ലാണ് ചേറ്റൂരിൻ്റെ സ്മൃതി ദിനം നടക്കുന്നത്. കോൺഗ്രസ് മറന്നിട്ടുള്ള ചേറ്റൂരിൻ്റെ സ്മൃതി ദിനം BJP പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നുള്ളതാണ് BJPയുടെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, അതുപോലെ തന്നെ BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ചേറ്റൂരിന് ഇനി BJP കൃത്യമായി ചേറ്റൂരിന് ആവശ്യമായിട്ടുള്ള ആദരവും അംഗീകാരങ്ങളും നൽകുമെന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇതും കൃത്യമായി തന്നെ പാലക്കാട്ടെ കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട്. ചേറ്റൂരിനെ ഒരിക്കലും കോൺഗ്രസ് അവഗണിക്കുകയോ മറക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നേ വരെ ഓർക്കാതിരുന്ന BJPക്ക് ഇപ്പോൾ പെട്ടെന്ന് ചേറ്റൂരിനെ ഓർക്കുന്നത് അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരും തന്നെ BJPക്കൊപ്പമില്ല. ചേറ്റൂരിലൂടെ അതല്ലെങ്കിൽ AICCയുടെ ഒരു ദേശീയ അധ്യക്ഷനയിലൂടെ BJP ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഏതായാലും ഇതിനെ ചൊല്ലി വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. ഇപ്പോൾ മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ചേറ്റൂരിൻ്റെ ജന്മനാടായിട്ടുള്ള മങ്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ BJP ആരോപിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചു, ചേറ്റൂരിന് ഒരു സ്മൃതി മണ്ഡപം ഒരുക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി സ്മൃതി ദിനവും അതുപോലെ തന്നെ സമാധി പീഠവും എല്ലാം BJP ഒരുക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? BJPയുടെ ജില്ലാ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് തികച്ചും അപഹാസ്യമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം കൃത്യമായി ആചരിച്ചു വരുന്ന പതിവ് മങ്കരയിലുണ്ട്. ഗോപിനാഥ് പ്രസിഡന്റ് ആകുമ്പോഴായാലും CV ബാലേന്ദ്രനായിരുന്ന സമയത്തായാലും VS വിജയരാഘവൻ, അതുപോലെ തന്നെ ശ്രീകണ്ഠൻ, എന്തിനു പറയുന്നു ഇപ്പോഴത്തെ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനകൾ നടത്തുകയും അനുസ്മരണ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പിന്നെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? BJP അതാണ് വലിയ രീതിയിൽ അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാം. ഞാൻ 2010 ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് KC ജോസഫ് സാറായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഈ വീട് വന്ന് സന്ദർശിക്കുകയും സ്ഥലം ലഭ്യമാകുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും അതിന് അനുചിതമായ ഒരു സ്മാരകം പണിയാൻ ഗവൺമെൻറ് തയ്യാറാവുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം നിൽക്കുന്ന അച്ഛനും അമ്മയും ഒക്കെയുള്ള വലിയ 2 ആലുകളും ഒക്കെയുള്ള ആ പുഴയുടെ തീരത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ട പരിപാടികളുമായി ഞാൻ മുന്നിട്ട് പോയതാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടീഷൻ കഴിയാത്ത, നമുക്കൊക്കെ അറിയാമല്ലോ, നായർ തറവാടുകൾ പഴയ പാരമ്പര്യമുള്ള വീടുകളൊക്കെ തന്നെ പലരും ഡൽഹിയിലും ബോംബെയിലും വിദേശത്തും ആയതുകൊണ്ട് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കുടുംബ സ്വത്തായതുകൊണ്ട് എല്ലാവരും ഒപ്പ് കിട്ടാതെ അത് ചെയ്യാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല അവിടേക്ക് ഒരു അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പാടശേഖര സമിതിയുമായി വിളിച്ചുകൂട്ടി സംസാരിച്ചപ്പോഴും നമുക്ക് സ്ഥലം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് നമുക്കൊക്കെ മീഡിയകളിലൊക്കെ കണ്ട കാര്യമാണ്. നമ്മുടെ നിലവിലുള്ള MP VK ശ്രീകണ്ഠൻ ഒറ്റപ്പാലത്ത് CSN ട്രസ്റ്റിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 50 ലക്ഷം രൂപ ഇതിനു വേണ്ടി ആദ്യ ഗഡു എന്ന നിലയ്ക്ക് BJP ഇത്തരത്തിൽ കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിക്കുന്നു. അതിൻ്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ അവരിപ്പോൾ ഒരു പാലക്കാട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് പാരവയ്ക്കുന്ന ആളുകളാണ് അപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ മങ്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ജനിച്ച വീടാണ്. BJP സാധാരണ ചേറ്റൂരിനെ സ്മൃതി ദിനം ആഘോഷിക്കാറുണ്ട്. ഇന്ന് വരെ BJPക്കാർ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് മങ്കര പഞ്ചായത്തിന് പറയാനുള്ളത് എന്താ വെച്ചാൽ അദ്ദേഹം ജനിച്ച വീടാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം മങ്കരയിലാണ്. ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒറ്റപ്പാലത്തും ഡൽഹിയിലും ലണ്ടനിലും അദ്ദേഹത്തിന് സ്മാരകം പണിതിട്ട് കാര്യമില്ല. അതിന് മങ്കര
ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, മങ്കര റെയിൽവേ സ്റ്റേഷൻ സർസി വൈസ്രോയുടെ കൗൺസിൽ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പണിതത് എന്ന് തന്നെ പറയാം. കാരണം തീവണ്ടികൾ മണിക്കൂർ കണക്കിന് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. ആ റെയിൽവേ സ്റ്റേഷൻ അടച്ചു പൂട്ടുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതം അന്ന് BJPയും സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പൂട്ടിയില്ല. ശങ്കരൻ നായരോടുള്ള സ്നേഹം എന്താണ് എന്ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. 24-ാം തീയതി ഈ സ്മൃതി ദിനമാണ്. 1934 സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന C. ശങ്കരൻ നായർ യഥാർത്ഥത്തിൽ വിട പറഞ്ഞു പോകുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഒരു ജീവിതം അഭിഭാഷകനായും ദേശീയവാദിയുമായും ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 1897 അമരാവതിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലെ ആദ്യത്തെ മലയാളിയായ അധ്യക്ഷനാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ. ആദ്യത്തെ മലയാളിയായ കോൺഗ്രസ് അധ്യക്ഷനാണ്. കോൺഗ്രസിന് അത്ര പെട്ടെന്ന് ചേറ്റൂർ ശങ്കരൻ നായരെ കൈവിടാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു മഴവിൽ പാർട്ടിയാണല്ലോ ഒരർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സംശീകരിക്കുന്ന മനുഷ്യരുണ്ടാവും. ഒരേ സമയം തന്നെ അവിടെ മിതവാദികൾക്കും ദേശീയവാദികൾക്കും ഒക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ മൂവ്മെൻറ്റിൽ ഗാന്ധിയുടെ ഒരു വിമർശകൻ കൂടിയായിരുന്നു സർ ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിസത്തെക്കുറിച്ച് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധിയോട് വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനല്ലാതായി തീരുന്നില്ല. അദ്ദേഹം അടിയുറച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയഗതികളോട് ചേർന്നു നിന്നു. അതേസമയം തന്നെ ഗാന്ധിയൻ ആശയധാരയോട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരകാലത്ത് വളരെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. അങ്ങനൊരു പ്രസ്ഥാനം ലോകത്തൊരിടത്തും ഉണ്ടായിട്ടുമില്ല. അതാണ് ആ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്നത് ഓർമ്മപ്പെടുത്തലായിരുന്നു സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്വാതന്ത്ര്യ സമരകാലം. ആ സർ C. ശങ്കരൻ നായർ എന്ന ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാൻ BJP വരുമ്പോൾ ഇന്നേ വരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല BJP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്ത പാർട്ടിക്ക് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ വേണം എന്നുള്ളത് കൊണ്ടാണ് ചേറ്റൂരിനോടുള്ള ഈ പ്രേമം എന്നാണ് പറയുന്നത്. അതൊക്കെ ഇനി വിവാദമായി മാറാൻ പോവുകയാണ്. ഇത്തരം ചർച്ചകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓർമ്മപ്പെടുത്തലാണ് ആവശ്യം. ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ചിലർക്ക് ഓർമ്മയെ പേടിയാണ്, ചിലർക്ക് ചരിത്രത്തെ പേടിയാണ്. അപ്പോൾ സർ ചേറ്റൂർ ശങ്കരൻ നായർ ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം കറകളഞ്ഞ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച, വളരെ കൃത്യമായി ദേശീയധാരയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ അധ്യക്ഷനാണ് എന്നുള്ളത് നമ്മൾ ഉറച്ചു തന്നെ പറയുകയും വേണം.